പിന്നെ താങ്കള് പിന്നെ ഹിന്ദുസ്ഥാനി കർണാട്ടിക് രണ്ട് സംഗീത ശാഖയാണല്ലോ കർണാടകയിൽ ഏതിലാണ് കൂടുതൽ? എല്ലാം നല്ല സംഭവമാണ്. കർണാടകയിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് സ്വരങ്ങൾ, അതിൻ്റെ കീർത്തനം, വർണ്ണങ്ങൾ, അതിൻ്റെ ഭയങ്കര സംഭവിച്ച് ഭയങ്കര പാടാണ്, ടഫാണ്. അതേസമയത്ത് അത് ശ്രുതിട്ട് പഠിപ്പിക്കുക. ഇപ്പോൾ ശ്രുതിട്ട് പഠിച്ചിട്ട് എത്ര അക്കാഡമിയിൽ നിന്ന് പാസ്സായ ആൾക്കാരൊക്കെ ഇതിൽ പഠിക്കാൻ വരും, ഹാർമോണിയം സംഗീതം പഠിക്കാൻ. അപ്പോൾ അവർക്കിതിൻ്റെ കൊയ്ത്ത് കിട്ടില്ല. ഇതിൻ്റെ ബർമ്മ സംഭവമുണ്ട്. ഇതിന് ഈ പാട്ട് പാടാനും പെട്ടി വായിക്കാനും അത് വേറെ ട്രിക്സാണ്. ആ ട്രിക്സ് അധികം ആൾക്കാർക്ക് അറിയില്ല. ഇത് ക്ലാസ് എടുക്കുന്ന മിക്കവാറും ആൾക്കാർ സുമാർ പഠിപ്പിക്കല. അല്ല, അതിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്യൂണൊക്കെ ചെയ്യുന്ന പലർക്കും ഈ പെട്ടി വായിക്കാൻ അറിയില്ല. പെട്ടി വായിക്കാൻ എത്ര ആൾക്കാരുണ്ട്, ഹാർമോണിയം അറിയാത്തവരുണ്ട്, ഈ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ളവർ. എത്ര ആൾക്കാരുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാർ, ആളെ പേരൊന്നും പറയാൻ പറ്റില്ല, വലിയ വലിയ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാൻ. നല്ല ട്യൂൺ ഇടും, പക്ഷേ അവർക്ക് അതൊരു അത്ഭുതമാണ്. അല്ല, അപ്പോ പിന്നെ ഇപ്പം മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും, അതെങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണോ അല്ലെങ്കിൽ? ഓൺലൈനല്ല, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചില കുട്ടികളെ ഓൺലൈനല്ല, ഞാൻ ചില ആൾക്കാരെ രാവിലെ പുലർച്ചയ്ക്ക് പഠിപ്പിക്കും, ചില ആൾക്കാരെ രാത്രി പഠിപ്പിക്കും. അപ്പൊ എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അവരെ ചില സ്ഥലത്ത് ഞാൻ സംഘടിപ്പിക്കും സ്ഥലങ്ങളൊക്കെ, അവിടെ വെച്ച് പോകും. അല്ലാതെ വീട്ടിൽ ബോർഡ് വെച്ചിട്ട് ജീവിത പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ, അതായത് ജീവിക്കാനുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ജീവിക്കാൻ കല കൊണ്ട് സംഗീതം കൊണ്ട് അരി വാങ്ങാൻ പഠിച്ചല്ല, സംഗീതം പഠിച്ചു. അത് ചെറുപ്പത്തില് പഠിച്ചു വരാം, പാരമ്പര്യമായിട്ട്. അതും പിന്നെ ഈ വിജയേട്ടൻ തന്നെ ആളെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ പഠിച്ച, അല്ലാതെ അരി വാങ്ങാൻ വേണ്ടി പാട്ട് പാടിയിട്ട് അരി വാങ്ങാൻ വേണ്ടി പഠിച്ചല്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട്, ബിസിനസ്. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ ഇപ്പം ഞാനിപ്പം കുറച്ച് ചെറിയ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ പിന്നെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട നടനാരാണ്? നടൻ തന്നെ സത്യനാണ് അല്ലേ? സത്യനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? സത്യനെ അഭിനയിക്കാൻ അറിയാം, കാരണം കോമഡിയായിട്ട് അഭിനയിക്കല്ല. ഇപ്പൊ യഥാർത്ഥ ഒരു സ്റ്റൈല്, റോയലായിട്ടുള്ള നാടക സ്റ്റൈലും അവതരിപ്പിക്കുന്നത് അത് കറക്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ട നായിക ശാരദ അഭിനയിക്കാൻ. ശാരദ, അതെ, 3 നാഷണൽ അവാർഡൊക്കെ കിട്ടി. ശാരദന്റെ മാതിരി അഭിനയിക്കാൻ ഒരു കുട്ടിക്ക്, ഒരു സ്ത്രീകൾക്കും ഇതുവരെ സാധിച്ചില്ല. പിന്നെ സംഗീതത്തിൽ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ റഹ്മാന്റെ അച്ഛനുണ്ട്, ആർ കെ ശേഖർ. ഞാൻ പെട്ടി വിറ്റാളാ 150 ഹാർമോണിയം. ബാബുരാജിന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ വീട്ടിൽ വന്ന് 150. അത് പന്ന്യാങ്കര ബാബുക്കന്റെ വീട്ടിൽ. ആർ കെ ശേഖർ മദ്രാസിൽ വന്നതാ. അപ്പോ ബാബുക്കന്റെ വീട്ടിലേക്ക് വരിക. അപ്പൊ എന്റെ പെട്ടിയുടെ ശബ്ദം കേട്ടപ്പോ വന്ന് വീട്ടിൽ കയറി പേരൊക്കെ ചോദിച്ചു പരിചയപ്പെട്ട്. ഒരു വലിയ ഒരാളാ, അപ്പൊ നല്ലൊരു മനുഷ്യനാണ്. അന്ന് എനിക്കൊരു 20 വയസ്സുണ്ട്. എന്നിട്ട് പിന്നെ പെട്ടി വിറ്റു 150. അത് 75 വാങ്ങി വെട്ടിയാ. 75 രൂപക്ക് വാങ്ങി വെട്ടി 150 രൂപക്ക് വിറ്റു. അന്ന് ബിസിനസ് ഉണ്ടല്ലോ, അത് ഹാർമോണി ബിസിനസ് ഉണ്ട്. 75 റുപ്യക്ക് ഹാർമോണി വിറ്റ് 50 റുപ്യ വിറ്റ് 75 രൂപ ലാഭം. 75 റുപ്യ ലാഭം കിട്ടി. പിന്നെ ആർ കെ ശേഖർ മദ്രാസിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ ആർ കെ ശേഖർ പാട്ടുപാടി കൊടുത്ത്. റഹ്മാനെ കാണാൻ വിളിച്ചത്. അജീബോർ പോകണം കാണണമെങ്കിൽ. അജീബോർ ക്യാമ്പ് ചിലപ്പോ അവിടെ കവാലി ചിലപ്പോ അപാര പെട്ടിയാ ആണല്ലേ. അത് അപാര പെട്ടി അപാര പയ റേഡ്സാ. അങ്ങനത്തെ പെട്ടി ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈ പെട്ടിന് അപാര പെട്ടിയാ, പെട്ടി പഴയ പെട്ടിയത്. അതൊരു നല്ല അനുഭവമാണല്ലോ. ഇതിപ്പോ 1 ലക്ഷത്തിന് വാങ്ങാനുണ്ട് ഈ പെട്ടി. അതേപോലെ ഇഷ്ടപ്പെട്ട ഗായകൻ ഗായകൻ ജയചന്ദ്രൻ തന്നെ. യേശുദാസ് അല്ല, ജയചന്ദ്രനോട് കഴിവ് വേറെ പ്രത്യേക കഴിവാണ്. ഇപ്പൊ കരിമുകിൽ കാട്ടില് അങ്ങനെയുള്ള പാട്ടൊക്കെ മുപ്പര് പാടിയത് ഒഴുക്കണം. അത് ആ സീനും ആ പാട്ടും അതിനെ കവിച്ചേക്കാൻ പൊതുവെ മലയാളികള് കൂടുതലും ജനങ്ങളുടെ അഭിപ്രായം ഇല്ലല്ലോ. ജനങ്ങൾ കൂടുതൽ പറയുന്നത് യഥാർത്ഥ കഴിവാണ്. മോശമല്ല, മോശമാക്കല്ല. ജയചന്ദ്രനാണ് നല്ല അപാര കഴിവുള്ള വോയിസ്. ഇപ്പൊ എന്താ വോയിസ്. 2002 ശേഷം ഇപ്പൊ 14 കൊല്ലായി.
വോയിസ് ഇപ്പം മാറി ആയി അതെ 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 80 വയസ്സ് 80 വയസ്സപ്പോൾ അതെ 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 ഇപ്പോൾ കഴിഞ്ഞ മെനിയാന്നിട്ട് 80 വയസ്സാണ്. ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് അക്ഷരങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു രാഗം കിട്ടിയാൽ ആ രാഗം തന്നെ വരുള്ളൂ. ഒരു അപശ്രുതി ഒരു നോട്ട് അര നോട്ട് വ്യത്യാസം ഉണ്ടാവില്ല. എനിക്ക് മൂപ്പരെ കൊണ്ട് പാടിപ്പിക്കാൻ രംഗുണ്ട് 2 പാട്ട്. ഗായികയോ? ഗായിക ജാനകിയാണ്. ആണോ? നമ്മള് മലയാളത്തില്, ഹിന്ദിയില് ലതാ മങ്കേഷ്കർ. അല്ല, ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ നമ്മള് പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് 90-കളിലെ 90 പിന്നെ 2000 അല്ലെങ്കിൽ 80-ന് ശേഷമുള്ള സിനിമാ പാട്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ പഴയ പാട്ട്. അപ്പൊ ഇപ്പോഴത്തെ പാട്ടിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? പാട്ടെ പറ്റി ഒരു കുറ്റം പറയാൻ പറ്റില്ല. ഒരു സിനിമ ബിസിനസ്സാണ്. അതെ അതെ അതെ. ഒരു താരാട്ട് പാട്ട് ഒരു കുട്ടിക്ക് പാടി കൊടുക്കണം. ആ താരാട്ട് പാട്ടിനകത്ത് കല്യാണി രാഗത്തിൽ താരാട്ട് പാട്ട് സംഗീത ആൾക്കാരെ കല്യാണി ഉറക്കണ രാഗമല്ല, ഉണർത്തുന്ന രാഗം. അത് മ്യൂസിക് ഡയറക്ടർ കഴിവാണ്. എൻ്റെ ഓരോരോ സീൻ വെച്ചിട്ടാണ് പാട്ട് കമ്പോസ് ചെയ്യുക. ഇപ്പോൾ ദുഃഖഗാനാണ് ദുഃഖത്തിൻ്റെ, പ്രേമഗാനാണ് പ്രേമഗാനം, കോമഡിയാണ് കോമഡി. അപ്പം അത് ഓരോരോ സീന് കഥ പിരിയും സംവിധായകന് കഥ എഴുതിയാളൊക്കെ അടുത്തുണ്ടാവും. ഒരു പറഞ്ഞു തരും അതിൻ്റെ ഐഡിയകൾ. ഒരു പറഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടാണ് സംഗീതം ചെയ്യുക. അല്ല, പിന്നെ ഓരോ പാട്ടിൻ്റെ ഇപ്പം നമുക്ക് ആസ്വദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തീരെ നല്ല പാട്ടില്ല എന്നല്ല, നല്ല പാട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ 100-ൽ 10 നല്ല പാട്ടുള്ളൂ. പണ്ട് അങ്ങനെയായിരുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മളെ ജനറേഷന്റെ പ്രശ്നമായിരുന്നു. അത് ഓരോരുത്തരും ഓരോ വ്യക്തിപരമായിട്ട്. ഇപ്പം എനിക്കിപ്പോൾ എല്ലാ പാട്ടുകൾക്കും അതിനകത്ത് സംഭവം എല്ലാ പാട്ടും നല്ലത് തന്നെ, എല്ലാ പാട്ടും നല്ല പാട്ടാണ്. ആ ഒരു പാട്ട് കുറ്റം പറയാം. ഓരോരുത്തർ സംഗീതം അത് അപാര കഴിവാണ്. അതെ അതെ. ആ കഴിവ് പൈസ കൊടുത്താൽ പിന്നെ ദൈവാധീനം ഭാഗ്യമൊക്കെ വരുമ്പോ അത് ഹിറ്റ് ആവും. മുസ്ലിം പാട്ടിന് പല ആൾക്കാരും പാട്ടുണ്ട്. ഓരോരോ കൈവശം പാട്ട്. പിന്നെ ഗസൽ മാപ്പിളപ്പാട്ട് പാടുവോ? മാപ്പിളപ്പാട്ട് ഞാൻ പാടലുണ്ട്. ഒരു ജസ്റ്റ് പാട്ട് 2 വരി പാടാമോ? പല്ലുവെക്ക് ഭയങ്കര യുദ്ധത്തിലുള്ള പാട്ടാണ്. ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മ്യൂസിക് രംഗത്ത് ഒരുപാട് വർഷമായില്ലേ. ഓക്കെ, കുറച്ച് മറക്കാനാവാതെ അനുഭവങ്ങളൊക്കെ കാണുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ടും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ, അത് പിന്നെ ഇഷ്ടപ്പെട്ടതായാലും അല്ലെങ്കിൽ മറ്റുള്ള ആയാലും? ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായത് നമ്മളെ ബോക്സർ മുഹമ്മദ് അലി ഞാനായിട്ട് ജഡീട്ട് ബന്ധപ്പെട്ടിരുന്നു. അമേരിക്കയിലെ മുഹമ്മദ് സൗദിയിൽ വന്നിരുന്നു. ഇവിടെ എവിടെ? ജഡീറ്റ് സ്കൂളിൽ. ഇന്ത്യയിലോ? ആ ജഡീറ്റ് സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ പള്ളക്ക് 2 കുത്തുകുത്തിട്ടു തമാശയിൽ. ആണോ? ആ, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അല്ല, അപ്പോൾ പിന്നെ രസം. ഇപ്പം താങ്കൾക്ക് അധികം ഭാഷ അറിയില്ല. ഭാഷ ഇംഗ്ലീഷിൽ പിന്നെ ഇപ്പർക്ക് ഭാഷ ഇപ്പർക്കൊരു ഇഷ്ടം തോന്നി അല്ലേ? ആക്ച്വലി പിന്നെ ആംഗ്യം മതിയല്ലോ അല്ലേ? ആംഗ്യം മതി. ഇപ്പർക്ക് ഇഷ്ടം തോന്നി ചുരിച്ച് വന്ന് പള്ളക്ക് 2 കുത്തുത്തി. അതേത് വർഷമായിരിക്കും? അതൊരു 10-35 വർഷമുണ്ട്. ആണല്ലേ? ഇവിടെ വെള്ളിമാട് വന്ന് ജഡീറ്റ് സ്കൂളിൽ പുള്ളി വന്നിട്ടുണ്ടല്ലേ? പുള്ളി വന്നു. അതൊരു നല്ലൊരു പിന്നെ മുഹൂർത്തായിരിക്കുമല്ലോ. പിന്നെ ഞാൻ മദ്രാസിൽ കുറെ കാലം ഉണ്ടായിരുന്നു. 10 വയസ്സ് മുതൽ മദ്രാസിൽ ബന്ധമുള്ളതാണ്. മ്യൂസിക് ഡയറക്ടർമാർ പല ആൾക്കാരെ ഞാൻ കണ്ടുകിടും. ഹിന്ദിയുള്ള ആൾക്കാരൊക്കെ കണ്ടുകിടും, കുറേ ആൾക്കാരെ. പിന്നെ നമ്മളെ സംവിധായകൻ നൗഷാദ് ഉണ്ട്. അല്ല, നൗഷാദിന്റെ ഫ്രണ്ട് അബുക്കാൻ അറിയും. സംവിധായകൻ ധ്വനി സിൽപ്പെടുത്തില്ലേ? ആ ധ്വനിയിൽ എനിക്ക് പാടാൻ ചാൻസ് കിട്ടിയിരുന്നു. അപ്പോഴത്തേക്കിന് നൗഷാദിന്റെ ആ പാട്ട് ഇതിലേക്ക് കയറ്റി. എന്നാലും എനിക്ക് ചാൻസ് കിട്ടിയത് ഞാൻ പോയില്ല. ഇപ്പം നമ്മളെ ഇവിടെ മലബാർ എന്നുള്ള എരിഞ്ഞോളി മൂസ നല്ല ബന്ധം. കോഴിക്കോട് വന്നാൽ ഞങ്ങൾ സാഗർ ഹോട്ടൽ വെച്ചിട്ട് ബന്ധപ്പെടല്. അവിടെ ഒരു ഭക്ഷണം കഴിക്കും. തലശ്ശേരി ഒപ്പര നാട്. അവരൊക്കെ നല്ല പാവാ, നല്ല മനുഷ്യരാണ്, നീറ്റ. പിന്നെ നമ്മളെ റംല ബീഗം നല്ലൊരു സ്ത്രീയാണ്. ഇപ്പം ഇവിടെ ജഡി ഇവിടെ കണ്ണാടിക്ക് താമസിച്ചു ഫ്ലാറ്റിൽ. അതിൻ്റെ
എന്തല്ല ഇപ്പൊ ഈ ബാബുരാജിന്റെ എല്ലാം ഗുരു എസ് എം കോയ എസ് എം കോയാണ് ഈ നമ്മുടെ കേരളത്തില് ബാബുരാജ് എന്ന് പറഞ്ഞ ആക്ച്വലി പിന്നെ നോർത്ത് ചെറുപ്പത്തിലൂടെ എത്തിപ്പെട്ട ഇവിടെ എന്റെ അമ്മന്റെ അച്ഛന്റെ കൂടെ മരുന്ന കച്ചവടത്തിന് പോകുമ്പോഴൊക്കെ കൂടെ പോയ ആളാ പാട്ട് പാടാൻ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ സംഗീതം ഉണ്ട്. പിന്നെ പഠിച്ചത് മെയിനായിട്ട് എസ് എം കോയ നാളെടുത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് എനിക്ക് അറിയാം. കാരണം ബാബുക്ക് ഈ എസ് എംക്ക് അത്രയും ഭയങ്കര ബന്ധ. എന്തായാലും ബാബുക്ക് എന്റെ മരുമകനാവേണ്ടതായിരുന്നല്ലോ. എന്തോ ബാബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. നിർഭാഗ്യം പിക്ചറിലൊക്കെ പാടാൻ വേണ്ടിട്ട് പ്ലാട്ടതാ എന്റെ പാട്ടൊക്കെ എല്ലാം നിമിത്തം. ഇനി അടുത്തത് പിന്നെ നമ്മളിപ്പം കുറെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. താങ്കളുടെ കുടുംബം, അതേപോലെ എവിടെയാണ് താമസിക്കുന്നത്, പിന്നെ എത്ര മക്കളുണ്ട്, അത്തരം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ടാവും. അതിപ്പോൾ എനിക്ക് 2 ആണും 2 പെൺകുട്ടികൾ. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? മക്കൾ ഗൾഫിലാണ്. ആൺകുട്ടികൾ ഗൾഫിലാണ് അല്ലേ? ടൗണിൽ എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചു. എല്ലാവരും സുഖമായിട്ട് ജീവിക്കും. വൈഫ് സോഫിയ. വൈഫിന്റെ നല്ല സപ്പോർട്ട് സപ്പോർട്ട് അതില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം വൈഫ് എല്ലാം തിന്നാൻ തരും. അല്ല, അത് മാത്രല്ല, കുടുംബത്തിന് നമ്മളെ കലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് ഒരു വലിയ ഘടകം. അതാണ്. അപ്പം നമുക്ക് ഒരു നല്ല ഒരു പാട്ട് കേൾക്കാം. നല്ല പാട്ട് വിജയേട്ട സംഗീതം ചെയ്ത പാട്ട് 4 വരി പാടിത്തരാം. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ സമയം പിന്നെ അതിക്രമിച്ചു. ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. ഓക്കെ, മ്യൂസിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട്. അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് മറ്റൊരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഏതായാലും ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.